മറ്റു ദൈവങ്ങളെപ്പോലെ ശാന്തനല്ല കരിങ്കുട്ടി. അർദ്ധരാത്രിയാണ് കരിങ്കുട്ടിയുടെ സഞ്ചാരസമയം. കള്ളും മാംസവുമാണ് ഇഷ്ടവിഭവങ്ങൾ. ശത്രുക്കളെ നശിപ്പിക്കാൻ ഇത്രയും വേഗതയുള്ള മറ്റൊരു മൂർത്തിയില്ല എന്ന് വിശ്വസിക്കപ്പെടുന്നു. മന്ത്രവാദത്തിലും മറ്റും ശത്രുദോഷം മാറ്റാൻ കരിങ്കുട്ടിയെയാണ് വിളിക്കാറുള്ളത്. തെറ്റു ചെയ്താൽ ക്ഷമിക്കാത്ത, എന്നാൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവമാണ് കരിങ്കുട്ടി. ഒരിക്കൽ വിഷ്ണുമായയെ ആക്രമിക്കാൻ വലിയൊരു അസുരപ്പട വന്നെത്തി. മായാവിദ്യകൾ കൊണ്ട് വിഷ്ണുമായ അവരെ നേരിട്ടു. എന്നാൽ അസുരന്മാർ വീണ്ടും ശക്തി പ്രാപിച്ചു. ആ സമയം വിഷ്ണുമായയുടെ ആജ്ഞപ്രകാരം കരിങ്കുട്ടി തന്റെ യഥാർത്ഥ രൂപം പുറത്തെടുത്തു. കൂരിരുട്ടു പരത്തി അസുരന്മാരുടെ കണ്ണു കാണാതാക്കി കൈയിലുള്ള ഇരുമ്പുദണ്ട് ഉപയോഗിച്ച് നിമിഷനേരം കൊണ്ട് ശത്രുക്കളെ കരിങ്കുട്ടി തകർത്തു തരിപ്പണമാക്കി. അന്നുമുതൽ കരിങ്കുട്ടിയെ ശത്രുസംഹാരകൻ എന്ന് വിളിക്കുന്നു. ഇന്നും മലബാറിലെ തറവാടുകളിലും